വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ മസാല, അതായത് പ്രോൺസ് മസാല. അതിനാവശ്യമുള്ള സാധനങ്ങൾ: 2 സവാള അരിഞ്ഞത്, ഒരു ചെറിയ കപ്പ് ചെറിയ ഉള്ളി, ഒരു അര തക്കാളി, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ വീതം ചതച്ചത്, 4 പച്ചമുളക്, 1 കിലോ കൊഞ്ച് കഴുകി വൃത്തിയാക്കിയത്, അതിൻ്റെ പുറത്തുള്ള അഴുക്കെല്ലാം കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കിയ 1 കിലോ കൊഞ്ച്. പിന്നെ അതിനാവശ്യമുള്ള മസാലപ്പൊടികൾ: മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കൊഞ്ചിലേക്ക് ഒഴിക്കാൻ 1 നാരങ്ങയുടെ നീരെടുക്കണം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ആദ്യം ചേർക്കാം, പിന്നെ ഉപ്പ് നോക്കിയ ശേഷം ബാക്കി ചേർക്കാം. നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. 1 നാരങ്ങയുടെ നീരാണ് നമ്മൾ പിഴിയുന്നത്, ബാക്കിയുള്ള പിഴിയും. എന്നിട്ട് കൈകൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു അടപ്പ് കൊണ്ട് അടച്ച് ഒരു പാൻ അടുപ്പിൽ വെച്ച് കത്തിക്കുക. തീ ഓൺ ചെയ്യുക. പാൻ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കൊഞ്ച് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കൊഞ്ച് ചെറുതായി ഒന്ന് ഫ്രൈ ആയാൽ മതി. വീണ്ടും നമുക്ക് തിരിച്ചിടാം. അതിൽ നിന്ന് നിറയെ വെള്ളം ഇറങ്ങുന്നുണ്ട്. കൊഞ്ചെല്ലാം തിരിച്ചിട്ട് ചെറുതായി ഒന്ന് ഫ്രൈ ആയാൽ മതി. കൊഞ്ച് ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം.
അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഒക്കെ ചേർക്കാം. ഇത് 1 കിലോ കൊഞ്ചയാണ് ഉണ്ടാക്കുന്നത്. 2 സവാള അരിഞ്ഞതും കൂടെ ചേർക്കാം. വരലാനായി നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ ആദ്യം കൊഞ്ചിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. അടച്ചു വെച്ച് ചെറിയ സിമ്മിൽ വേകട്ടെ. ചെറുതായി ഒന്ന് വാടുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. കുറച്ചുകൂടെ ഒന്ന് വാടട്ടെ. അതിനുശേഷം മസാലപ്പൊടികൾ ചേർക്കാം. ഉള്ളിയെല്ലാം ഒരുവിധം വഴണ്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു നിറം കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പൗഡർ, ഉപ്പ്. ആദ്യം നമ്മൾ കുറേ ഉപ്പ് ഇട്ടതാണ്, അതുകൊണ്ട് ശകലം ഇട്ടാൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. പച്ചമണം മാറിയിട്ട് നമുക്ക് ചെറുതായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിൽ പച്ചമണമൊക്കെ മാറി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിൽ എല്ലാം നന്നായി മിക്സ് ചെയ്യുക. എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിക്കാം. പാത്രം തുറന്ന് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി അത് അടച്ചു വെച്ച് ഒന്നും കൂടെ വേവിക്കാം. പ്രോൺസ് എല്ലാം ഒരുവിധം നന്നായി വെന്തിട്ടുണ്ട്. കുറച്ചും കൂടെ വറ്റട്ടെ. പ്രോൺസിൽ നിന്നും വെള്ളം ഇറങ്ങിയത് കുറച്ചുകൂടെ വറ്റാനുണ്ട്. നല്ല മണം വരുന്നുണ്ട്. വറ്റിയ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. പാത്രം തുറന്ന് നോക്കാം. കറിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇരുന്ന് വറ്റിയ ശേഷം നമുക്ക് സെർവ് ചെയ്യാം. തീ ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കൊരു പാത്രത്തോട് സെർവ് ചെയ്യാം. കറിയിൽ കുറച്ച് മല്ലിയില വിതറാൻ മറന്നുപോയി. കുറച്ച് മല്ലിയില വിതറാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം.
അവസാനം നമുക്കതിൽ കുറച്ച് മല്ലിയില വിതറാം. പ്രോൺസ് മസാല റെഡി. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.